Back to Crochet community. ശരി, ഇന്ന് നമ്മൾ നോക്കുന്നത് ഫൈൻഡും സെർച്ചും തമ്മിലുള്ള ഡിഫറൻസ്. ഫൈൻഡ് സെർച്ചും തമ്മിൽ ഇക്വേഷൻസ് സെയിം ആണെങ്കിലും അതിന്റെ ആർഗ്യുമെന്റ്സ് സെയിം ആണെങ്കിലും പക്ഷെ അതിനെ ഉപയോഗിക്കുന്ന രീതി ഡിഫറൻസ് ആണ്. അതെങ്ങനെയാന്നുള്ളതാണ് ഇന്നത്തെ ടിപ്സ്. ഈക്വൽ ടു ഫൈൻഡ് ടെക്സ്റ്റ്. ഞാനൊരു സിദ്ദീഖ് പ്രോഷീറ്റ് എന്ന് പറയുന്ന ആ ഒരു സെന്റൻസിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള യെസ് എന്ന് പറയുന്നത് ഞാൻ ഫൈൻഡ് ടെക്സ്റ്റ് വിത്തിൻ ടെക്സ്റ്റ് F2 സ്റ്റാർട്ടിംഗ് നമ്പർ 1 ഇവിടെ 1 എന്ന് കൊടുത്തപ്പോൾ ആ യെസ് എന്ന് എത്രാമത്തേതാണ് എന്നുള്ളതാണ് സെർച്ച് ചെയ്തത്. ഇനി ഞാനിവിടെ 2 എന്ന് കൊടുക്കുകയാണെങ്കിൽ അടുത്ത ഫൈൻഡ് 1 മുതൽ ഇവിടെ 2 എന്ന് കൊടുത്തപ്പോൾ അടുത്ത യെസ് വരുന്നത് 14-ാമത്തേതായിട്ടാണ്. ഞാൻ ഇവിടെ 2 മുതൽ 14 വരെ കൊടുക്കുകയാണെങ്കിലും ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആൻസർ 2 തന്നെ വരാം, സോറി 14 തന്നെ വരാം. ഇനി 15 കൊടുക്കുകയാണെങ്കിൽ 15 അതിനുശേഷം എന്തില്ല, വേറെ വാല്യൂസ് ഇല്ല. അപ്പൊ അത് എററായിട്ട് കണക്കൂട്ടും. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സെർച്ചും ചെയ്യാൻ പറ്റും. ഈക്വൽ ടു സെർച്ച് ഫൈൻഡ് ടെക്സ്റ്റ്. നമ്മൾ എന്താ ഫൈൻഡ് ചെയ്യുന്നത്? യെസ് തന്നെ. സ്റ്റാർട്ടിംഗ് നമ്പർ നമ്മൾ ടെക്സ്റ്റ് സെലക്ട് ആക്കി സ്റ്റാർട്ടിംഗ് നമ്പർ ഞാൻ 14 തോന്നും. ഇവിടെ ആൻസർ എത്ര വരുന്നത്? 40 തന്നെ. ഇനി ഞാൻ ഫസ്റ്റ് ഫൈൻഡിലൊന്ന് പോയി നോക്കും. ഫൈൻഡില് ഞാനിത് ക്യാരക്ടർ സ്മോൾ ആക്കും. ഇവിടെ ആൻസർ എന്താ വന്നത്? അടിച്ചു. അതായത് ഫൈൻഡ് ഉപയോഗിച്ച് സ്മോൾ ലെറ്റർ എക്സാക്ട് മാച്ചിങ് ആണ് ഫൈൻഡിൽ നടക്കുന്നത്. പക്ഷെ ഇതിലെന്ത് നടക്കും? സ്മോൾ ക്യാരക്ടർ ആണെങ്കിലും അത് റീഡ് ചെയ്യും. അത് ഒരു ഡിഫറൻസ് ആണ്. അതേപോലെ വൈൽഡ് കാർഡ്സ് ഇതില് എടുക്കില്ല, ആൻസർ എററാണ്. ഇവിടെ വൈൽഡ് കാർഡ്സ് എന്ത് ചെയ്യും? ഇതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ റിപ്പീറ്റഡ് ആയിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക. താങ്ക് യു.